ഈ ഭരണത്തോട് വെറുപ്പെന്ന് പറഞ്ഞാൽ കട്ട വെറുപ്പ്. പാതാളക്കുഴിയിലേക്ക് പതിക്കുകയാണ് ഗോവിന്ദ നിങ്ങളുടെ പാർട്ടി. കയ്യും കെട്ടി വായും പൂട്ടിയിരുന്നു. ഈ പാർട്ടിക്ക് ഉദകക്രിയ ചെയ്യുന്നത് പിണറായി വിജയനും മകളുമാണ്. ജനങ്ങളുടെ ശാപവാക്കുകൾ തെരുവിൽ ഇരമ്പുന്നുണ്ട് പിണറായി. കാലം അടുത്തു, ഇനി തിരിച്ചടികളുടെ സമയമാണ്. അനുഭവിച്ചു തുടങ്ങിയല്ലോ. മകളുടെ കാര്യത്തിൽ ഉറക്കമില്ലല്ലോ എന്ന് മുഖ്യന് മറുപടി. കേരളം അഭൂതപൂർവമായ ചൂടിൽ വെന്തുരുകുകയാണ്. പക്ഷേ അതിലും കഠിനമാണ് കേരളത്തിൻ്റെ അതിതീക്ഷ്ണമായിരിക്കുന്ന ഭരണവിരുദ്ധ താപനിലയെന്ന് ശക്തിധരൻ തുറന്നടിക്കുന്നു. ഒരു ഉഷ്ണമാപിനി കൊണ്ടും അത് അളക്കാൻ പറ്റില്ല. ആരാണ് പ്രതിപക്ഷം? എന്ത് നന്മ അവരിലുണ്ട് എന്നൊന്നും ആരും ചൂഴ്ന്നു നോക്കുന്നില്ല. എങ്ങനെയും നിലവിലെ ഭരണത്തെ തുരത്തണം എന്ന ഒറ്റ നിലപാടിലേക്ക് കേരളം മാറിയിരിക്കുന്നു. ഇങ്ങനെ ഒരു സാഹചര്യം മുമ്പ് ഒരിക്കലും കേരളത്തിൽ കണ്ടിട്ടില്ല. പ്രതിപക്ഷത്തെ ആരാണ് നയിക്കുന്നത് എന്നൊരു അന്വേഷണമേ എങ്ങുമില്ല. ഏത് ചെകുത്താൻ ഭരിച്ചാലും ഇടതുപക്ഷം വേണ്ടേ വേണ്ട എന്നൊരു നിലപാട്. 2011 പശ്ചിമ ബംഗാളിൽ തിരതല്ലിയ അതേ നിലപാട്. വിമോചന സമരകാലത്ത് നെഹ്റു EMSനോട് ഉന്നയിച്ച ഒരു ചോദ്യമുണ്ടല്ലോ, എങ്ങനെയാണ് ജനങ്ങളെ ഇത്രയേറെ ശത്രുക്കളാക്കാൻ കഴിഞ്ഞത്? നെഹ്റു ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് ഇതേ ചോദ്യം തന്നെ ചോദിച്ചേക്കും. ജനരോഷം അതുക്കും മേലെയാണ്. എന്ത് ധൈര്യത്തിലാണ് എന്നിട്ടും ഒരു കൂസലുമില്ലാതെ ബോംബുകൾ നിർമ്മിക്കാൻ അണികളെ പ്രേരിപ്പിക്കുന്നത്? ആരെയാണ് കൊല്ലേണ്ടത്? ഒപ്പമുള്ളവരെയാണോ എതിരാളികളെയാണോ? എന്തൊക്കെ അഭ്യൂഹങ്ങളാണ് പ്രചരിക്കുന്നത്? ആരാണ് ഈ ചോരക്കൊതിയൻ? കേരള രാഷ്ട്രീയത്തിലെ പ്രഥമ രാഷ്ട്രീയ കൊലയുടെ ഉറവിടം ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനത്തെ കൊലയും പാനൂരിൽ രേഖപ്പെടുത്തി കഴിഞ്ഞു. എന്താ ഇനിയും ഇയാൾക്ക് ചോര കണ്ട് മതി വരുന്നില്ലേ? ഭരണകക്ഷിയുടെ ബോംബ് നിർമ്മാണശാലകൾ തെരഞ്ഞു കണ്ടുപിടിക്കേണ്ട അവസ്ഥ പോലീസ് സേനയ്ക്കുണ്ടാകുക അസാധാരണമല്ലേ? സമാധാന കാലത്ത് ഒരു പ്രകോപനവുമില്ലാത്ത എങ്ങനെയാണ് MV ഗോവിന്ദൻ മാസ്റ്ററുടെ പാർട്ടി സായുധ വിപ്ലവത്തിൻ്റെ മാർഗത്തിലേക്ക് നീങ്ങുന്നത്? ഏത് തീസീസാണ് ഇതിലേക്ക് നയിക്കുന്നത്? എന്തിനാണ് ഗോവിന്ദൻ മാഷ് ചരിത്രത്തെ ദുർവ്യാഖ്യാനം ചെയ്യുന്നത്? ബോംബ് കൊണ്ടോ കേരളത്തെ മോചിപ്പിക്കാൻ കഴിയുമെങ്കിൽ എന്തിനാണ് കേരളത്തിൽ ഒരു പാവ സർക്കാർ? ഒരു വിപ്ലവ സംഘടനയില്ലാതെ വിപ്ലവം സംഘടിപ്പിക്കാൻ പറ്റുമോ ഗോവിന്ദൻ മാഷേ? ആരാ നിങ്ങളുടെ നേതാവ്? ആര് നിർദ്ദേശിച്ചിട്ടാണ് ഇവർക്ക് പരിശീലനം നൽകുന്നത്? വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ കയ്യിൽ ത്രിവർണ്ണ പതാക കാണാത്തതിൽ ക്ഷുഭിതരായവർ ഈ ബോംബ് നിർമ്മാണത്തിൽ പിടിച്ചിരിക്കുന്ന പതാക എന്തായിരുന്നു? പാക് പതാക പിടിപ്പിക്കും, പാക് ചാരൻ എന്ന് വിളിപ്പിക്കും എന്നത് നടക്കാത്തതുകൊണ്ടാണോ ബോംബിൻ്റെ പുകിൽ? കേരളം എങ്ങനെ ചിന്തിക്കുന്നുവെന്ന് കാണുന്നില്ലേ? ഏതെങ്കിലും ഒരു നാവിൽ നിന്ന് ഒരാളെങ്കിലും പരസ്യമായി വിളിച്ചു പറയുന്നുണ്ടോ ഇടതുപക്ഷ ഭരണം വേണമെന്ന്? ഈ ഭരണത്തോട് വെറുപ്പ് എന്ന് പറഞ്ഞാൽ കട്ട വെറുപ്പ്. ഒരു ഓട്ടോറിക്ഷയിൽ കയറി നോക്കൂ. ഏതെങ്കിലും കടത്തിണ്ണയിൽ ചൂടിൻ്റെ കാഠിന്യം സഹിക്കാനാകാതെ കയറി നിന്നു നോക്കൂ. അവരെല്ലാം ശപിക്കുന്നത് കേരള ഭരണത്തെയാണ്. മുഖ്യമന്ത്രിക്ക് RSSുമായുള്ള രഹസ്യ ബാന്ധവത്തെയാണ്. ഇടതുപക്ഷ ചേരിക്കാരായ വോട്ടർമാർ പോലും തങ്ങൾ വോട്ട് കൊടുക്കുന്നത് ഇടതുപക്ഷത്തിനല്ല എന്ന് പരസ്യമായി പറയുന്ന ഒരു കാലം ആരെങ്കിലും പ്രതീക്ഷിച്ചിട്ടുണ്ടോ? ഇവരെ CPMന് എന്നെങ്കിലും വീണ്ടെടുക്കാൻ കഴിയുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നുണ്ടോ? സാധ്യമല്ല. പാതാളത്തിലേക്ക് പതിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് വാസ്തവം. ഇതായിരുന്നു ശക്തിധരൻ വെട്ടിത്തുറന്ന് പറഞ്ഞത്. ശക്തമായ വാക്കുകളാണ് ഉണ്ടായിരിക്കുന്നത്. കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം അങ്ങേയറ്റം മൂർധന്യത്തിൽ നിൽക്കുകയാണ്. പിണറായി വിജയൻ ഭരണത്തോട് അത്ര വെറുപ്പാണ് ജനങ്ങൾക്കിപ്പോൾ. അതുതന്നെയാണ് ശക്തിധരനും തുറന്നടിക്കുന്നത്.